നമസ്കാരം, പത്രവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജിഷ. ഇന്നത്തെ എല്ലാ പ്രമുഖ പത്രങ്ങളിലെയും പ്രധാന വാർത്ത അർജുൻ ആയങ്കിയെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്നലെ രാവിലെ 2:15 കണ്ണൂരിൽ വെച്ച് അഭിഭാഷകയുടെ വീട്ടിൽ വെച്ചാണ് അർജുൻ ആയങ്കിയെ പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഭ്യന്തരത്തിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഒരുപാട് രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം ഓൾറെഡി ഒരു കുറ്റം ചെയ്ത് പരോളിൽ ഇറങ്ങിയ ശേഷം ഒളിവിൽ പോയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നത്. ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് ആയിരുന്നു ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള ആഭ്യന്തരത്തിനും ചെന്നിത്തലേനെയും ഒക്കെ പറയുന്ന രീതിയിലുള്ള കമന്റ്സ് ആയിരുന്നു. അഭിഭാഷകന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊലക്കേസ് അടക്കം ഏകദേശം 23 കേസുകളിലാണ് ഇദ്ദേഹം പ്രതിയായിട്ടുള്ളത്. മാത്രമല്ല അർജുൻ ആയങ്കിയെ പിടികൂടാൻ മാത്രം പ്രത്യേക പോലീസ് സംഘത്തിനെയും അതിനെയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആഭ്യന്തരം. ഇത് ഒരു വിധത്തിൽ നോക്കുമ്പോൾ നമ്മുടെ സർക്കാരിനെ വെല്ലുവിളിച്ച ഒരാളെ എത്രയും പെട്ടെന്ന് പിടികൂടിയത് സർക്കാരിന്റെ വിജയം തന്നെയാണ്, സർക്കാരിന്റെയും പോലീസിന്റെയും വിജയം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. എത്ര രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചാലും ഇത്തരക്കാർക്കെതിരെ നടപടിയും ഉണ്ടാകും എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അർജുൻ ആയങ്കിയെ പിടികൂടുന്ന സമയത്ത് അർജുൻ ആയങ്കിയോട് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ അർജുൻ ആയങ്കി പറഞ്ഞത്, കടലിൽ പോയ കൂട്ടുകാരനെ തിരിച്ചു കിട്ടിയോ എന്ന രീതിയിലുള്ള പരിഹാസ രൂപേണയുള്ള മറ്റൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ആ സമയത്ത് വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് പിടിക്കപ്പെടില്ലായിരുന്നു എന്ന് ഉറപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ താങ്കൾക്ക് ധൈര്യം കൂടുതലുള്ളത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ, എന്തിനും റെഡിയായാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇതുവരെ എന്നെ പോലീസ് ഉപദ്രവിച്ചിട്ടില്ല, ഉപദ്രവിക്കുമായിരിക്കും എന്ന് കരുതുന്നു എന്ന രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷെ എന്തുകൊണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ഭീഷണി ഉയർത്തിയ, അതായത് ആഭ്യന്തരത്തിനും മുഖ്യമന്ത്രിക്കും എതിരെയൊക്കെ ഇത്രയും ഭീഷണികൾ പറഞ്ഞ ഒരു വ്യക്തിയെ ഇത്രയും പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അദ്ദേഹം വെല്ലുവിളിച്ചതെന്ന് ഓർക്കണം. 21 ദിവസത്തിന്റെ ഉള്ളിൽ പോലീസ് അവരെ പിടികൂടി എന്നുള്ളത് എന്തുകൊണ്ടും വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ പോലീസ് സേനയുടെ അതുപോലെ തന്നെ ആഭ്യന്തരത്തിന്റെയും വിജയമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത TG മോഹൻദാസ് കസ്റ്റഡിയിൽ എന്നുള്ള വാർത്തയാണ്. TG മോഹൻദാസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ജന്തർ മന്ദറിൽ നടന്ന കോക്രോച്ച് പാർട്ടിയുടെ വിദ്യാർത്ഥി സമരത്തിനെ വളരെ വിവാദപൂർവമായ പരാമർശം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു TG മോഹൻദാസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഓരോ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയെയും വളരെ ആഭാസപൂർവമായിട്ടുള്ള കമന്റുകൾ വെച്ച് പരിഹസിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് മട്ടാഞ്ചേരിയിലെത്തിയ സൈബർ പോലീസ് സംഘമാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ താനായിരുന്നുവെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നാണ് മോഹൻദാസ് വീഡിയോയിലൂടെ പറഞ്ഞത്. അത് മാത്രമല്ല, അവിടെ ബലാത്സംഗം നടക്കും, ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാവില്ല, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് അവിടെ ഉള്ളത്, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട് എന്നിങ്ങനെയുള്ള അധിക്ഷേപങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതായത് അവിടെ അത്രയും കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഓരോ വിദ്യാർത്ഥികൾക്കും എതിരെ ഇത്രയും അസഭ്യ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വീഡിയോയിലൂടെ ആണെങ്കിൽ പോലും അത്രയും വലിയൊരു സമരത്തിന് അദ്ദേഹം ഇത്ര വലിയ രീതിയിലുള്ള ഒരു നിന്ന കാണിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും സൈബർ പോലീസ് അദ്ദേഹത്തെ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത, സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗിക രേഖകളിൽ കേരള എന്നതിനു പകരം കേരളം എന്നാക്കാനുള്ള ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് 2024 കേരള എന്നുള്ളത് കേരളം എന്നാക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് ചർച്ചയായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ കേരളം എന്നാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ അവതരിപ്പിക്കേണ്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. മന്ത്രിസഭയിൽ എത്തിയില്ലെങ്കിൽ സഹമന്ത്രിമാരും അവതരിപ്പിക്കും. കേരളം എന്ന് പേര് മാറ്റാൻ 2024 ജൂൺ 24 സംസ്ഥാന നിയമസഭ പാസാക്കി അയച്ച പ്രമേയത്തിന്
ഈ വർഷം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രി യോഗം അംഗീകാരം നൽകിയിരുന്നു. അതായത് ഇതുവരെ മറ്റു സംസ്ഥാനക്കാർ കേരളം എന്നുള്ളതിന് പകരം കേരള എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി ഔദ്യോഗികമായിട്ട് കേരള എന്നുള്ളത് കേരളം എന്ന് തന്നെ ആക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. സാധാരണയായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്, അതായത് ഒരു സംസ്ഥാനത്തിന്റെ പേരിൽ ഇങ്ങനെ വ്യത്യാസം വരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലൊക്കെ അവതരിപ്പിക്കുന്നത് അമിത്ഷായാണ്, അതായത് ആഭ്യന്തരമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം നേരിട്ട് എത്തിയിട്ടില്ലെങ്കിൽ അത് ഉപമന്ത്രിമാരും അവതരിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടാകാറുള്ളത്. സോ ഇന്ന് ആ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡുള്ള ഒരു സ്കൂളിൽ ക്വിസ് മത്സരത്തിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ വാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന് വി.ഡി. സവർക്കർ എന്ന് ഉത്തരം വരുന്ന ഒരു ചോദ്യം നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് പുതിയതായി വന്നിരിക്കുന്നത്. ആ ചോദ്യം നൽകിയ അധ്യാപകന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കടന്നു പോയിരിക്കുന്നത് ഒരു അധ്യാപകൻ മാത്രമായിരിക്കില്ലല്ലോ ഒരു ചോദ്യം നൽകിയിട്ടുണ്ടാകുക. അവിടെയുള്ള എല്ലാവരുടെയും സമ്മതപ്രകാരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എല്ലാം ഒരു മേൽനോട്ടം അതിലുണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു അധ്യാപകനെതിരെ മാത്രം സസ്പെൻഷൻ നൽകുന്നത് എത്രത്തോളം ഉചിതമാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു തരത്തിൽ നോക്കിയാൽ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതുന്ന രീതിയിലുള്ള ഒരു ചോദ്യമായിരുന്നു. കാരണം അവിടെ വലിയ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധി അടക്കമുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നിട്ടും സവർക്കറാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്നാണ് ആ ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്നത്. ഒന്ന് ആലോചിക്കണം. ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് പ്രാവശ്യം മാപ്പപേക്ഷ എഴുതുകയും പെൻഷൻ വാങ്ങുകയും ചെയ്ത ഒരു ആളായിരുന്നു വി.ഡി. സവർക്കർ. അദ്ദേഹത്തെയാണ്, അതായത് സമരസേനാനിയാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശിക്ഷ വാങ്ങിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ എന്തായാലും ആ ചോദ്യം നൽകിയിട്ടുണ്ടായിരുന്ന അധ്യാപകനെതിരെ ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഉത്തരേന്ത്യയിലാണ് പൊതുവെ ഇത്തരത്തിൽ ഓരോരുത്തരുടെയും സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ മാറ്റി പറയാറുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോൾ കേരളത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണെന്നിരിക്കുകയും സസ്പെൻഷൻ നൽകി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊരു വാർത്ത, US വൈസ് പ്രസിഡന്റ് വാൻസ് മോദിയെ വിളിച്ചു. ഫോൺ വിളി പാക്, സൗദി, തുർക്കി സംയുക്ത പ്രതിരോധ കരാറിനു പിന്നാലെയായിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. ശനിയാഴ്ചയാണ് വാൻസ് മോദിയെ വിളിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷ സ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര, സുരക്ഷ, ഊർജ്ജ മേഖലകളിലെ ബന്ധം വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ച എന്നിവയായിരുന്നു നടന്നിരുന്നത്. പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും സംയുക്ത കരാറിൽ ഒപ്പുവെച്ച് ദിവസങ്ങൾക്കകമാണ് US വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി മോദിയുമായി സംഭാഷണം നടത്തിയത്. മേഖലയിലെ പുതിയ ശാക്തിക കൂട്ടായ്മയായി പാക്, തുർക്കി, സൗദി പ്രതിരോധ കരാർ വിപുലപ്പെടുത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ JD വാൻസ് നരേന്ദ്രമോദി ചർച്ചയ്ക്ക് പ്രാധാന്യം കൂടുതലാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 100% വരെ തീരുവയ്ക്ക് അനുമതി നൽകുന്ന ബില്ലിന് അമേരിക്കൻ സെനറ്റ് അംഗീകാരം നൽകിയിരുന്നു. ഇന്ത്യ അടക്കമുള്ള ഏതാനും രാജ്യങ്ങളെയാണ് ഈ ബില്ലിലൂടെ ഉന്നം വെക്കുന്നത്. അതായത് റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 100% തീരുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നരേന്ദ്രമോദിയുമായി ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, ആ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത കർഷകർക്ക് ഏറെ ഗുണപ്രദമുള്ള ഒരു വാർത്തയാണ്. വാർത്ത എന്താണെന്ന് വെച്ചാൽ, കർഷകർക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ലോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നിലവിൽ വന്നിരിക്കുകയാണ്. ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്ക് ഔപചാരിക വായ്പാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത കാർഷിക മൊബൈൽ ആപ്പ് രാജ്യത്തുടനീളം ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്.
ഔദ്യോഗിക വായ്പാ സംവിധാനങ്ങളിൽ നിന്നകന്ന് കൊള്ള പലിശക്കാരുടെ വരയിൽപ്പെടുന്ന ചെറുകിട കർഷകർ, ഭൂരഹിത കർഷകർ, ഗോത്രവർഗ കർഷകർ, വനിതാ കർഷകർ തുടങ്ങിയവർക്ക് വളരെ സഹായകമാകുന്നതാണ് ഈ ആപ്പ്. എന്തൊക്കെ തന്നെ ആയാലും കർഷക മരണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് കാർഷിക എന്ന് പറഞ്ഞിട്ടുള്ള കൃഷിക്കാർക്ക് വായ്പ നൽകുന്ന, അതായത് വലിയ തോതിൽ പലിശ ഈടാക്കാതെ കർഷകർക്ക് എത്രയും പെട്ടെന്ന് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രീതിയിൽ പുതിയൊരു ആപ്പ് വന്നിരിക്കുന്നത്. കൃഷിക എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഇത് നിലവിൽ വന്നതോടെ കർഷകർക്ക് മറ്റുള്ള ബ്ലേഡ് പലിശക്കാരിൽ നിന്ന് പണം എടുക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആപ്പ് വഴി പണം എടുത്ത് എത്രയും പെട്ടെന്ന് ഈ പണം ലഭിക്കുന്ന രീതിയിലാണ് ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ആപ്പ് വഴി പണം എടുത്ത് അത് അധികം പലിശയ്ക്കല്ലാതെ സമാധാനപരമായ രീതിയിൽ അത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുക. ആധാർ നമ്പറും ഫോൺ നമ്പറും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പിൽ ലോഗിൻ ചെയ്ത് അത് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇത് സാധാരണക്കാരായിട്ടുള്ള എല്ലാ കർഷകർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്പാണ് കൃഷിക ആപ്പ് എന്ന് പറയുന്നത്. ഇനി സ്പോർട്സ് ന്യൂസ് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി കാണുന്നത് അണ്ടർ-20 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ചാടിയെടുത്ത ചരിത്രം, അതായത് അണ്ടർ-20 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം ചാടിയെടുത്ത് ഇന്ത്യൻ താരങ്ങൾ. പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളി നേടിയ ബസന്ത് കുമാർ മേഘ്വാളും ലോങ് ജമ്പിൽ വെങ്കലം നേടിയ ഷാനവാസ് ഖാനും ചാമ്പ്യൻഷിപ്പിൽ ഈ ഇനങ്ങളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരായി മാറി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 3ആയി. കഴിഞ്ഞ ദിവസം ജാവലിൻ ത്രോയിൽ ആശിഷ് യാദവ് വെള്ളി നേടിയിരുന്ന ഒരു ചരിത്രപരമായ നേട്ടമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത, ശ്രീലങ്കൻ 11-എതിരായ പരിശീലന മത്സരത്തിൽ ഇന്ത്യക്ക് 6 വിക്കറ്റ് വിജയം. ഫലം അപ്രസക്തമായ ഒരു പരിശീലന മത്സരത്തിന് ഇത്രയും ആവേശകരമായ അന്ത്യം സമ്മാനിച്ച മുഹമ്മദ് സിറാജിന് നന്ദി. വിരസ സമനിലയിലേക്ക് നീങ്ങിയ മത്സരത്തിൽ 15 പന്തിൽ 4 സിക്സും 1 4ഉം സഹിതം പുറത്താകാതെ 32 റൺസ് നേടിയ സിറാജിന്റെ ബലത്തിൽ ടീം ഇന്ത്യ സ്വന്തമാക്കിയത് 6 വിക്കറ്റിന്റെ ത്രില്ലർ ജയം. രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്കൻ 11 ഉയർത്തി 207 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് അവസാന ഓവറിൽ ജയിക്കാൻ 16 റൺസ് ആയിരുന്നു ആവശ്യം. ഇതോടെ മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിലാണ് ലങ്കൻ സ്പിന്നർ കേശര നുവങ്ക എറിഞ്ഞ ഓവറിലെ ആദ്യ 3 പന്തുകളിലും 6 നേടിയ സിറാജ് ഇന്ത്യക്ക് ആവേശ വിജയം സമ്മാനിച്ചത്. ഇന്നത്തെ പത്രവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പത്രവാർത്തകളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.